ബുദ്ധിമാൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതെന്താണ്? ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരാള്, അല്ലേ? എന്നാൽ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ബുദ്ധി എന്നത് നിങ്ങൾ എത്ര കാര്യങ്ങൾ അറിയുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ്. അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കിയാലോ? ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. ബുദ്ധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെല്ലാം ഒരുപക്ഷെ തെറ്റാണെങ്കിലോ? യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ അളവുകോൽ ഓർമ്മശക്തിയോ പരീക്ഷയിലെ മാർക്കുകളോ ഒന്നുമല്ല. അത് ചില ചിന്താരീതികളാണ്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഇടതുവശത്ത് കാണുന്നതാണ് ബുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാം പഴയ ധാരണകൾ. അതായത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കുക, നല്ല മാർക്ക് വാങ്ങുക, ആരെന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറയുക എന്നൊക്കെ. എന്നാൽ വലതുവശത്ത് കാണുന്നതാണ് യഥാർത്ഥ ബുദ്ധി. അതായത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതെല്ലാമാണ് പ്രധാനം. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയുമോ? ഇത് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ചില ശീലങ്ങൾ മാത്രമാണ്. അപ്പോ ബുദ്ധിപരമായ ചിന്തയുടെ ആദ്യത്തെ തൂണിലേക്ക് കടക്കാം. ഇത് മറ്റുള്ളവരുമായി നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ. ഒരു തർക്കം വരുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ജയിക്കാൻ നോക്കും, അല്ലേ? നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. എന്നാൽ ബുദ്ധിയുള്ളവർ അവിടെ ഒരു പടി പിന്നോട്ട് മാറും. അവർ ജയിക്കാനല്ല, പഠിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് അവർ വഴക്കിടുന്നത് നിർത്തിയിട്ട് വളരെ സിമ്പിളായി ഈ ഒരു ചോദ്യം ചോദിക്കും: നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ? അപ്പോൾ ഒരു തർക്കത്തെ എങ്ങനെ പഠിക്കാനുള്ളൊരു അവസരമാക്കി മാറ്റാം? ഒന്നാമതായി, നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ആ പോരാട്ടം നിർത്തുക. രണ്ടാമതായി, മറ്റേയാളെ കുറ്റപ്പെടുത്താനല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ പഠിച്ചു തുടങ്ങും. ആളുകൾക്ക് പിന്നെ പ്രതിരോധിക്കേണ്ടി വരില്ല. അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ബുദ്ധിയുള്ള ആളുകൾ പ്രശ്നങ്ങളെയും പരാജയങ്ങളെയും എങ്ങനെയാണ് തികച്ചും വ്യത്യസ്തമായി സമീപിക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ പരാജയം സംഭവിക്കുമ്പോൾ നമ്മളിൽ പലരും പെട്ടെന്ന് തളർന്നു പോകാറുണ്ട്, അല്ലേ? ഒരു പരീക്ഷയിൽ തോറ്റാൽ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തുന്നത് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നായിരിക്കും. നമ്മൾ ആ ഒരൊറ്റ സംഭവത്തിൽ തന്നെ കുടുങ്ങിപ്പോകും. എന്നാൽ ബുദ്ധിയുള്ളവർ ഒരു ക്യാമറ സൂം ഔട്ട് ചെയ്യുന്നത് പോലെയാണ് ചിന്തിക്കുക. ഒരൊറ്റ പരാജയത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം അവർ വലിയ ചിത്രം കാണാൻ ശ്രമിക്കുന്നു. അവർ അതിനെ ഒരു വ്യക്തിപരമായ കുറവായിട്ടല്ല കാണുന്നത്, പകരം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പസിലായിട്ടാണ് കാണുന്നത്. അപ്പോ എങ്ങനെയാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുക? അടുത്ത തവണ ഒരു പ്രതിസന്ധി വരുമ്പോ ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. 1. ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? 2. ഈ സാഹചര്യത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? 3. ഓക്കെ, അടുത്തതായി ഞാൻ എന്ത് പ്ലാൻ ചെയ്യണം? ഈ ചോദ്യങ്ങൾ നിങ്ങളെ പരിഭ്രാന്തിയിൽ നിന്ന് പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷേ ഏറ്റവും ശക്തമായ ഒരു ചിന്താശീലമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനെക്കുറിച്ചാണ്, അതായത് സ്വയം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച്. ബുദ്ധിയുള്ളവർക്ക് ഒരു സിമ്പിൾ റൂളുണ്ട്. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ അവർ സമയം കളയില്ല. പകരം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉദാഹരണത്തിന്, മഴ പെയ്യുമോ എന്ന് ആശങ്കപ്പെടുന്നതിന് പകരം ഒരു കുട കയ്യിൽ കരുതും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിക്കുന്നതിന് പകരം ദയയോടെയും സത്യസന്ധതയോടെയും പെരുമാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സംഭാഷണത്തിനിടയിൽ അല്പം നിശബ്ദത വന്നാൽ നമുക്കൊരു അസ്വസ്ഥത തോന്നാറില്ലേ? നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കും. എന്ന ബുദ്ധിയുള്ളവർ നിശബ്ദതയെ ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ നിശബ്ദതയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം? ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുക, മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറാതിരിക്കുക, ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ചാടിക്കയറി ഉത്തരം പറയുന്നതിനു മുൻപ് മനസ്സിൽ 1, 2, 3 എന്നെണ്ണുക. നിങ്ങൾ ഉത്തരങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുന്നുവെന്ന് കണ്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് വരാം. പ്രതികരണവും, അതായത് റിയാക്ഷനും, മറുപടിയും, അതായത് റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തിരിച്ചൊന്നും ആലോചിക്കാതെ പൊട്ടിത്തെറിക്കുന്നത് ഒരു പ്രതികരണമാണ്, ഒരു റിയാക്ഷൻ. എന്നാൽ ഒരു നിമിഷം ആലോചിച്ച ശേഷം ശാന്തമായി എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് ഒരു മറുപടിയാണ്, ഒരു റെസ്പോൺസ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ ഇടവേള ഇത്ര പവർഫുൾ ആകുന്നത്? കാരണം സിമ്പിളാണ്. മറ്റുള്ളവർ വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കാൻ പറ്റും.
ചിന്തിക്കുന്നയാൾക്കാണ് എപ്പോഴും ഒരു സാഹചര്യത്തിന്റെ നിയന്ത്രണം. ഇത് നിങ്ങളെ മികച്ച തീരുമാനങ്ങളെടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, പ്രവർത്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കാൻ ഒരു നിമിഷമെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശീലം. ഓക്കെ, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. എല്ലാ ശീലങ്ങളും ഒരേ സമയം തുടങ്ങാൻ നോക്കരുത്. നമുക്ക് വളരെ ചെറിയ, എളുപ്പമുള്ള ഒരു ആദ്യ പടിയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ എല്ലാം കാതൽ ഈയൊരു വാക്യത്തിലുണ്ട്. യഥാർത്ഥ ബുദ്ധിയെന്നത് പുറത്തുനിന്നുള്ള കാര്യങ്ങളോട് യാന്ത്രികമായി പ്രതികരിക്കാതെ എങ്ങനെ മറുപടി നൽകണം എന്ന് ചിന്തിച്ച് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. അപ്പോ നിങ്ങളുടെ ടാസ്ക് ഇതാണ്: എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ പറഞ്ഞവയിൽ നിന്ന് ഒരൊറ്റ ശീലം മാത്രം തിരഞ്ഞെടുക്കുക. വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും ചെറിയ ചുവടുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അത് മറ്റുള്ളവരെ തർക്കിച്ച് തോൽപ്പിക്കാതെ അവരെ മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുന്നതായിരിക്കാം. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഒരു ശീലം തിരഞ്ഞെടുത്ത് ഇന്ന് തന്നെ പരിശീലനം തുടങ്ങുക.